2 ദിവസമായി കനത്ത മഴ കണ്ണൂരിൽ അനുഭവപ്പെടുന്നു. അങ്ങനെ ഈ കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് പുളിമ്പറമ്പിൽ ദേശീയപാതയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ഒരു റോഡ്, താൽക്കാലിക റോഡ്, അതിൻ്റെ വശങ്ങൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ കാണുന്നതാണ് ആ റോഡ് ഇങ്ങനെ കുത്തനെ ഇടിച്ചിട്ട് ഒരൊറ്റ റോഡാണ്, അതിൻ്റെ താഴെ കുത്തനെ ഇങ്ങനെ ഇടിച്ചിരിക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ അരികൊക്കെ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അതിലൂടെ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. തളിപ്പറമ്പ് നിന്നും പട്ടുവത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ്, ബസ്സുകളടക്കം പോകുന്ന, സ്കൂൾ ബസ്സുകളടക്കം പോകുന്ന റോഡ്. അതിലിപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് പോകാൻ കഴിയുക. അതിനോട് ചേർന്നൊരു വീടുണ്ട്, അതായത് ആ റോഡിനോട് സമീപത്തായുള്ളൊരു വീട്. ആ വീട് കണ്ടാൽ നമുക്ക് അതെപ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് പോലും അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വീടിൻ്റെ താഴത്തേക്ക് മുഴുവൻ ഇടിഞ്ഞു പോയ അവസ്ഥയാണ്. ആ വീട് എപ്പോഴും ഇടിഞ്ഞ് താഴേക്ക് വീഴാനാവുന്ന സ്ഥിതിയിലുമാണ്. നമ്മൾ കുപ്പത്ത് കണ്ടതുപോലെ അതേ അവസ്ഥ തന്നെയാണ് പുളിമ്പറമ്പിലും ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 4 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ വീതിയിലാണ് ആ റോഡ്. അതിൻ്റെ 2 വശത്തും ഇങ്ങനെ കുത്തനെ ഇടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ അപകടമാണ് പതിയിരിക്കുന്നത്. എത്രയും വേഗം ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്ന് അടക്കം ഉണ്ടാകണം എന്നുകൂടിയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തളിപ്പറമ്പിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.